ഓരോ യാത്രകളും പുതിയ അറിവുകളും അനുഭവങ്ങളുമാണ് ഞങ്ങൾക്ക് സമ്മാനിക്കുന്നത്. ഈ യാത്ര തൃശ്ശൂർ ജില്ലയിലെ പൊന്നിയൂർക്കുളം ആർട്ട് ഗ്യാലറിയിലേക്കാണ്. ഏറെ വർഷങ്ങൾക്ക് ശേഷമാണ് ഗിരീശൻ ഭട്ടതിരിപ്പാടുമായി ഇങ്ങനെ ഒരു കൂടിക്കാഴ്ച. തികഞ്ഞ ഒരു കലാകാരൻ. ഓരോ കൂടിക്കാഴ്ചയിലും ആദരവ് ഇരട്ടിപ്പിക്കുന്ന വ്യക്തിത്വം. വിവിധ വർണ്ണങ്ങളിൽ തീർത്ത അത്ഭുതങ്ങളാണ് അദ്ദേഹം ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. Out of all the career paths this world has to offer, ആർട്ട് തിരഞ്ഞെടുക്കാൻ സാറിന് എന്താണ് പ്രേരിപ്പിച്ചത്? സ്കൂളിൽ പഠിക്കുന്ന കാലം 7ാം ക്ലാസ് മുതൽ ചിത്രം വരച്ച എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് നടക്കുന്ന കാലത്താണ് റോഡ് സൈഡിലൊരു ബോർഡ്സ് ഒക്കെ എഴുതുന്ന ആൾക്കാരെ കണ്ട് അവരുടെ അടുത്ത് പോകും. അവരെന്നോട് സഹായിക്കാൻ പറയണം. 3 ദിവസം സഹായിച്ച് എനിക്ക് അന്ന് അവർ 5 രൂപ തന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി അതിന് പോയാൽ നമുക്ക് ജീവിക്കാനുള്ളൂ. കാരണം അന്നത്തെ കാലം ഭയങ്കര ദാരിദ്ര്യമുള്ള കാലം. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തോട് ചോദിച്ചാൽ എങ്ങനെ പഠിക്കണ്ടേ? അപ്പോൾ അങ്ങനെ പറഞ്ഞു 10ാം ക്ലാസ് കഴിഞ്ഞ് KGT ഡ്രോയിങ് ആൻഡ് പെയിൻറ്റിങ് ഡിപ്ലോമ കോഴ്സ് ചെയ്ത് കഴിഞ്ഞ് സ്കൂൾ ടീച്ചറായിട്ട് വർക്ക് ചെയ്യും. സോ അതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഫുൾ ടൈം ആർട്ടിലേക്ക് ഇറങ്ങാറ്. ചെറുപ്പത്തിൽ തൊട്ടേ ഫീൽഡ് വർക്ക് വെച്ചിട്ടാണ്. അപ്പോൾ സാറിൻ്റെ ഈ വർക്കിലൂടെ എന്ത് മെസ്സേജ് അല്ലെങ്കിൽ തീമാണ് ഓഡിയൻസിൻ്റെ അടുത്ത് കൺവേ ചെയ്യുന്നത്? ഇപ്പോൾ ഉദാഹരണത്തിന് എൻ്റെ ആർട്ട് ടീച്ചർ മെയിൻലി എൻവയൺമെൻറ്റൽ മെസ്സേജസ് ആണ് ആർട്ട് ഇൻസ്റ്റലേഷൻസിലൂടെ കൺവേ ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ തന്നെ എന്തെങ്കിലും തീം അല്ലെങ്കിൽ മെസ്സേജ് സാറിൻ്റെ വർക്കിൽ കൺവേ ചെയ്യുന്നുണ്ടോ? ഞാനൊരു ചോദ്യം തിരിച്ചു ചോദിക്കട്ടെ. ഇവിടെ വന്ന് പെയിന്റിങ്സ് കണ്ടപ്പോൾ നിന്റെ മൈൻഡിൽ ഒരു പ്ലസന്റ് ഫീലിംഗ് ആണ് ഉണ്ടായി, ഒരു സാഡ് ഫീലിംഗ് ആണ് ഉണ്ടായി, ഒരു ഹാപ്പി, എന്താ നിന്റെ ഒരു ഫീൽ തോന്നിയത്? ഒരു പ്ലസന്റ് ഫീലിംഗ് ആണ്. ദെൻ എൻ്റെ പെയിന്റിങ് കണ്ടിട്ട് ഒരാൾക്കും ഒരു ടെൻഷൻ ഉണ്ടാവാൻ പാടില്ല. സോ ഹാപ്പി ആയിരിക്കണം. കളേഴ്സ് എല്ലാം പെർഫെക്റ്റ് കളേഴ്സ്. തീം നമ്മുടെ നാച്ചർ ആൻഡ് നമ്മുടെ ഹ്യൂമൻ ഫിഗേഴ്സ്. ഒരു വൾഗറായിട്ടോ അല്ലെങ്കിൽ ആ ഒരു ഭയാനകമായിട്ടോ ഒരു സാധനം കാണില്ല. ഇതാണ് എൻ്റെ മെസ്സേജ്. തീം ഓഫ് ഹാപ്പിനെസ്. അപ്പോൾ ഏത് മീഡിയം അല്ലെങ്കിൽ മെറ്റീരിയൽ ആണ് സാറിൻ്റെ ഏറ്റവും ഫേവറേറ്റ് അല്ലെങ്കിൽ ഫ്രീക്വൻ്റ്ലി യൂസ്ഡ് ആൻഡ് വൈ? മീഡിയം അല്ല ശരിക്കും പ്രധാനം. നമ്മൾ വർക്ക് ചെയ്യുന്നത് പെൻസിൽ സ്കെച്ച് ആവാം, പെൻ സ്കെച്ച് ആവാം, അക്രിലിക് പെയിന്റ് ആവാം, ഓയിൽ പെയിന്റ് ആവാം, വാട്ടർ കളർ ആവാം. മീഡിയം ഒരു വിഷയമാണ്. നമ്മൾ ഡെയിലി നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന സംഭവം നമുക്ക് എന്ത് മീഡിയമാണ് ടച്ച് ചെയ്യാം. ഞാൻ പഠിക്കുന്ന കാലത്ത് ആദ്യം പെൻസിൽ സ്കെച്ച് ചെയ്യണം, പിന്നെ സ്ട്രെയിറ്റ് ഓയിൽ പെയിന്റിങ് സ്റ്റാർട്ട് ചെയ്യണം. വാട്ടർ കളർ ടച്ച് ചെയ്തില്ല. ഓയിൽ പെയിന്റിങ് ചെയ്ത് അന്ന് ഓയിൽ പെയിന്റേ ഉള്ളൂ. പിന്നെ കുറെ കാലത്തിന് ശേഷമാണ് അക്രിലിക് വരുന്നത്. ഇപ്പോൾ കൂടുതൽ അക്രിലിക്കാണ് യൂസ് ചെയ്യുന്നത്. അതിന് കാരണം ഫാസ്റ്റായിട്ട് തുടങ്ങും. നമുക്ക് ഫാസ്റ്റായിട്ട് എൻ്റെ ഇപ്പോഴത്തെ സ്റ്റൈല് നൈഫ് പെയിന്റിങ്, മോർ പെയിന്റ് യൂസ് ചെയ്തിട്ടുള്ള ഫാസ്റ്റായിട്ട് വർക്ക് ചെയ്യണം. സോ ഇപ്പോൾ കൂടുതൽ അക്രിലിക് യൂസ് ചെയ്യണം. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മീഡിയം എപ്പോഴും ഓയിൽ പെയിന്റിങ് ആണ്. സാറിന്റെ കലാജീവിതത്തിൽ എപ്പോഴെങ്കിലും വളരെയധികം സ്ട്രഗിൾ ചെയ്യേണ്ട ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടോ? ഇഫ് സോ, ആ ഒരു പീരീഡ് ഓഫ് സ്ട്രഗിൾ സാർ എങ്ങനെയാണ് ഓവർകം ചെയ്യുന്നത്? നമ്മുടെ കലാജീവിതത്തിൽ സ്ട്രഗിൾ എന്നുള്ള സംഭവം നമ്മൾ ഫേസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയാം. നമ്മുടെ ഒന്നുകിൽ നമ്മൾ ഏറ്റെടുത്ത ജോലികൾ കൃത്യസമയത്ത് കൊടുക്കാതിരിക്കാൻ പറ്റാതെ വരുന്ന സമയം, കൃത്യമായിട്ട് നമ്മൾ വർക്ക് ചെയ്ത് നമുക്ക് കൊടുക്കാൻ പറ്റും. ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സ്ട്രഗിൾ ഉണ്ടാവില്ല. അപ്പോൾ ക്ലയൻറ്റും നമ്മളും കൂടിയുള്ള ആ ഒരു ഡെഡ്ലൈൻസ് അത് കറക്റ്റ് ടൈമിങ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു പ്രശ്നമില്ല. നമുക്ക് കറക്റ്റായിട്ട് നമ്മൾ പേ കിട്ടും, നമ്മുടെ കാര്യങ്ങളെല്ലാം കഴിയും. അപ്പോൾ സ്ട്രഗിൾ ഉണ്ടാകുന്ന ഒന്നുകിൽ നമ്മളെ എക്കണോമിക് പ്രശ്നം വരുമ്പോഴാണ്. ആർട്ടിന് സ്ട്രഗിളിങ് വരും. നമ്മളെ ഫാമിലി സിറ്റുവേഷൻ, ഫാമിലീസ് ഹാപ്പിയാണ്, ഒരു പ്രശ്നമില്ല. എക്കണോമിക് ക്രൈസിസ് നമുക്ക് പല സമയത്തും വരാം. പക്ഷേ എക്കണോമി ഇല്ല, പൈസ ഇല്ലാതെ എൻ്റെ ഒരു കാര്യം നടക്കാണ്ടിരുന്നിട്ടില്ല. ആ സമയത്ത് എനിക്ക് ആരെങ്കിലും വരും, ഒരു പെയിൻറ്റിങ് വെക്കും, അല്ലെങ്കിൽ പെയിൻറ്റിങ് മേടിച്ചോണ്ട് നമുക്ക് ഓർഡർ കിട്ടും, കറക്റ്റ് സമയത്ത് ചെയ്ത് കൊടുക്കും. പങ്ക്ച്വാലിറ്റി കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു പ്രശ്നമില്ല. അതാണ് ഫസ്റ്റ് ടൈമിങ് ആൻഡ് പങ്ക്ച്വാലിറ്റി. ഈ ഒരു വർക്ക് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ആസ് ഇൻ ഇതിൻ്റെ ഫോർമൽ ക്വാളിറ്റീസ്, ഫോർ എക്സാമ്പിൾ ലൈൻ, ഷേപ്പ്, കളർ, ഓൾസോ കുറച്ച് കോണ്ടെക്സ്ച്വൽ ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ. ഫോർ എക്സാമ്പിൾ ഈ ഒരു വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സാറിൻ്റെ ഒരു മാനസികാവസ്ഥ എങ്ങനെയായിരുന്നു? അങ്ങനത്തെ കുറച്ചൊരു ഇൻഫർമേഷൻ തരാം. ഇത് ഈ വർക്ക് പ്രധാനമായിട്ടും ഒരു ഗ്രൂപ്പാണ്. ഇവര് ഇവിടെ പറമ്പിലെല്ലാം വർക്ക് ചെയ്യുന്നവരാണ് കുറെ ലേഡീസാണ്. ഇവിടെ തൊഴിലുറപ്പ് എന്ന് പറയും. കുറെ ലേഡീസ് ഒന്നിച്ച് വരും. ഇത് തുടങ്ങിയ കാലം
പക്ഷെ ആ സമയത്ത് അവർ ഭയങ്കര ഹാപ്പിയാണ് ശരിക്കും. ഓ അപ്പൊ അവരുടെ ബേസിസിലാണ് സാധനം വരുന്നത്. ഈ ഹാപ്പി മൂഡ് ക്രിയേറ്റ് ചെയ്യാൻ കളേഴ്സ് വന്നിട്ടുള്ള ഒരു ഹാപ്പി മൂഡ് കുറേശ്ശെ അവർക്ക് ഡെയിലി വർക്ക് ഉണ്ട്, അവർ സംസാരത്തിൽ ഹാപ്പി ഉണ്ട്. പക്ഷെ അവരെല്ലാവരും പുറത്തേക്ക് നോക്കുമ്പോൾ അവരൊരു ഡള്ളാണ്. ആ ഡൾ ഫീലിംഗ് ആണ് നമ്മൾ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ യൂസ് ചെയ്തിട്ടുള്ളത്. പക്ഷെ ഇന്നർ ഹാപ്പിനെസ് കൺവേ ചെയ്യാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് പ്രൈമറി കളേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. അതവര് ഗ്രാജുവലായിട്ട് അവർക്ക് ഹാപ്പി മൂഡിലേക്ക് വന്നോണ്ടിരിക്കുകയാണ്. അപ്പൊ അവരുടെ ഒരു സംസാരിക്കുന്ന ഒരു കുറെ ഫേസുകൾ നമ്മൾ കളക്ട് ചെയ്ത് ഞാൻ കുറെ സ്കെച്ചുകൾ ചെയ്തിട്ടുണ്ട്. ഈ സീരീസ് കണ്ടത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒക്കെ സീരീസിലാണ്. ഇതൊക്കെ വർക്കുകളാണ്. അപ്പൊ അതൊരു ഫുൾ സീരീസ് കുറെ വർക്ക് ചെയ്തിട്ടുണ്ട് ഈ സീരീസ്. അത് കുറച്ച് വലുതായിട്ട് ചെയ്തു നോക്കാം. അതും അക്രിലിക് മീഡിയം ഇംപേസ്റ്റൽ സ്റ്റൈൽ. ആ സീരീസിൽ ഈ വലിപ്പത്തിലുള്ള വേറൊരു 5-6 വർക്ക് ഉണ്ട്. അത് മുകളിലുണ്ട്. എത്ര ടൈം എടുത്തു ആ വർക്ക് ഫിനിഷ് ചെയ്യാൻ? ഇതൊരു 1 hour. അപ്പൊ ബേസിക്കലി ഇംപ്രഷനിസ്റ്റ് സ്റ്റൈലിലാണല്ലേ? കാരണം അവരും ഭയങ്കര സ്പീഡാണ്. ഫോട്ടോഗ്രാഫിയുടെ സമയത്ത് വന്നപ്പോ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിട്ട് പെട്ടെന്ന് സ്പീഡിൽ പെയിന്റ് അടിക്കുന്ന ഒരു സ്റ്റൈലാണ്. നമുക്ക് വരുന്നൊരു മൂഡുണ്ടല്ലോ, ആ മൂഡ് ആ സമയത്ത് നമ്മൾ അപ്ലൈ ചെയ്യണം. ആ സമയത്ത് വേറെ ഫോണോ വേറെ വിളികളൊന്നും ഇന്ററാക്ട് ചെയ്യില്ല. ആ സമയത്ത് അപ്ലൈ ചെയ്യാൻ മാത്രം ഫുൾ ഫാസ്റ്റായിട്ട് ചെയ്യും. അതെല്ലാ വർക്കും എൻ്റെ ഇപ്പോഴത്തെ വർക്കിനൊക്കെ അത് ഭയങ്കര ഇതാണ്, ഫാസ്റ്റായിട്ട് തീരണം. ഇതൊക്കെ ചെയ്ത് ചൂസ് ചെയ്യുന്ന ലൊക്കേഷൻസും കംപ്ലീറ്റ് ഡിസ്ട്രാക്ഷൻ ഫ്രീ ആയിട്ടുള്ള ലൊക്കേഷൻസ് ആണ്. ഞാനിവിടെ എൻ്റെ സ്റ്റുഡിയോ ഫുൾ ഫ്രീ ആണ്. അതിനാണ് സ്റ്റുഡിയോ തിരഞ്ഞെടുത്തത്. ഞാൻ സ്കൂൾ മാഷായിരുന്നു. സ്കൂൾ ജോലി രാജിവെച്ച് ഫുൾ ടൈം ഇരിക്കാൻ കാരണം ഈ അറ്റ്മോസ്ഫിയർ നമുക്ക് ഉണ്ടാവണം. ഈ വർക്ക് ചെയ്യുന്നത് ഒരു 15 കൊല്ലം മുന്നെയാണ്. ഇത്ര ഷാർപ്പായിട്ട് ഇപ്പം എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല. എന്തുകൊണ്ട്? അത്ര നേരം എനിക്ക് പെയിന്റിന്റെ മുകളിൽ ഇരിക്കാൻ പറ്റുന്നില്ല. അതിന് മുന്നേ വർക്ക് തീർക്കണം. ഈ ഐഡിയ എൻ്റെ ഉള്ളിലുണ്ട്, പക്ഷെ ഫാസ്റ്റായിട്ട് ചെയ്യണം. ഇത് മൈന്യൂട്ടായിട്ട് നമ്മളുടെ ഈ നാട്ടിലെ കലകളുണ്ട്, തെയ്യം, തിറ, പൂതം, അങ്ങനെ കുറെ ട്രഡീഷണൽ ആയിട്ട് അവരുടെ ടെമ്പിൾ ഫെസ്റ്റിവലിൽ വരുന്ന കുറെ ഫിഗേഴ്സ്, അതിലെ കിരീടത്തിന്റെ മുകളിൽ അവരുടെ കയ്യിന്റെ മുകളിൽ ഒക്കെ ഉണ്ടാവുന്ന ഈ ഫോംസിനെ ഞാൻ ആഡ് ചെയ്ത് ഈവൻ ഇതൊക്കെ കണ്ടു. ഇത് കുരുത്തോല പറയും, കുരുത്തോല കട്ട് അതിന്റെ ഫോമാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. കിരീടങ്ങളുണ്ട്, ആ ഫോംസ് വെച്ച് നമ്മളൊരു ജോമെട്രിക്കൽ പാറ്റേൺ ക്രിയേറ്റ് ചെയ്തൊരു, അത് ഇത്ര ശ്രദ്ധിച്ചിട്ട് ചെയ്യാൻ പറ്റില്ല. തീർക്കാനൊരു ടെൻഡൻസി ഉണ്ടല്ലോ, അത് ആ സ്ട്രോക്സിലും ഒക്കെ നമ്മളെ മൈൻഡൊക്കെ അതിൽ ഫീൽ ചെയ്യും. കാണാൻ പറ്റും മൈൻഡിൽ ഒരു റാൻഡംനെസ് ആ സ്ട്രോക്കിൽ വരുന്നുണ്ട്. അപ്പൊ എന്നെ പോലുള്ള യങ് അസ്പയറിംഗ് ആർട്ടിസ്റ്റിനാണ് സാറിന് എന്ത് മെസ്സേജാണ് കൺവേ ചെയ്യുന്നത്? മേ ബി സം വേർഡ്സ് ഓഫ് എൻകറേജ്മെന്റ് പെർഹാപ്സ്. പുതിയ തലമുറ ചെയ്യേണ്ട കാര്യങ്ങൾ പഴയ ആൾക്കാർ വരയ്ക്കുന്നത് നേരിട്ട് കാണാനുള്ള ഒരു പോയി കാണാം. ദെൻ ദിവസം വർക്ക് ചെയ്യും, ഡെയിലി നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മുടെ വർക്ക് ബാക്കിയുള്ളവർക്ക് കാണിച്ചു കൊടുത്തതിൻ്റെ ഫീഡ്ബാക്സ് കളക്ട് ചെയ്യും. ഈ ക്രിറ്റിസിസം നമ്മൾ നേരെയാവാനാണെന്നുള്ള ബോധം നമുക്ക് ഉണ്ടാവണം. അതാണ് ആദ്യം വേണ്ടത്. നമ്മളൊപ്പം വർക്ക് ചെയ്യുന്നവരുടെ ക്രിറ്റിസിസം, വലിയ ആൾക്കാരുടെ ക്രിറ്റിസിസം ഒക്കെ നമ്മൾ ഒരേപോലെ അത് ഗ്രാസ്പ് ചെയ്ത് ദിവസം വർക്ക് ചെയ്യും. ചിത്രകലയെ സ്നേഹിക്കുന്നവരും ചിത്രകല പഠിക്കാൻ ആഗ്രഹിക്കുന്നവരും തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരിടം തന്നെയാണ് പുന്നിയൂർക്കുളം ആർട്ട് ഗ്യാലറി. ഒരുപാട് പുതിയ അറിവുകളും അതിലേറെ അത്ഭുതങ്ങളും ദർശിച്ച് ഞങ്ങൾ പുന്നയൂർക്കുളം
ഗാലറിയുടെ പടിയിറങ്ങി.